ഹായ്, ഞാൻ റാഷി. പോസ്റ്റർ ക്രിയേറ്റിംഗ് ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്കൂളിലേക്കുള്ള അഡ്മിഷൻ പോസ്റ്ററാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ഇതാണ്. അപ്പോൾ ഈ പോസ്റ്ററാണ് നമ്മൾ പോസ്റ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പോസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്ത് ഇനി അതിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു പിക്ചറാണ് കൊണ്ടുവരുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജിൽ പോയി ഇമേജ് നമ്മൾ ആഡ് ചെയ്ത് അതിനെ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ഒന്ന് സൈസൊക്കെ ഒന്ന് വലുതാക്കി ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിന് ഒന്ന് ഒപ്പാസിറ്റി കുറക്കുന്നുണ്ട്. എത്ര മതി. ഇനി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഏത് കളറാണ് ഉദ്ദേശിച്ചത് ആ കളർ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അതുമായി ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അഡ്മിഷൻ ഓപ്പൺ ഫോർ 2026 എന്നൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിലേക്കുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതിനൊന്ന് നമുക്ക് ഈ രജിസ്റ്റർ നൗ എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഷേപ്പ് എടുത്ത് ഷേപ്പിനെ നമ്മൾ ടെക്സ്റ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐക്കണിൽ പോയി ഈ ഐക്കൺ കൊണ്ടുവന്നു. അതിന് വൈറ്റ് കളർ കൊടുത്തു. അതിനെ റൊട്ടേഷൻ 90 കൊടുത്തു. വൈറ്റ് കളർ കൊടുത്തു. ജസ്റ്റ് ഈ സൈസൊക്കെ ഒന്ന് ചെറുതാക്കി നമ്മൾ ലെയറിൽ പോയി ഷേപ്പിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തു. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വീണ്ടും നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തു. അതിനെ അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തു. വീണ്ടും ലെയറിൽ പോയി നമ്മൾ ആദ്യം കൊടുത്ത ഷേപ്പിനെ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് നമുക്ക് ഷാഡോ കൊടുക്കുക. അതിന് ഷാഡോ കൊടുത്തു. ഇപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഇമേജാണ് കൊണ്ടുവരുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഇമേജ് ആഡ് ചെയ്തു. ഇമേജിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുക. സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ഒന്ന് വലുതാക്കി ഒന്ന് സൈഡിലൊക്കെ വെച്ച് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ വീണ്ടും ഒരു ഷേപ്പ് എടുക്കുകയാണ്. ഷേപ്പ് എടുത്ത് റെക്റ്റാങ്കിളിൽ പോയി അതിന് നമ്മൾ ഗ്രീൻ കളർ കൊടുത്ത് ഒരു ലൈറ്റ് ഗ്രീൻ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടി ഒരല്പം അതിനൊന്ന് സൈസൊക്കെ വലുതാക്കി ജസ്റ്റ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തു. ഈ കോർണറിലേക്ക് പോയി പ്ലേസ്മെൻറ്റ് ചെയ്യണം. അതും ഓക്കെ ആയി. ഇനി വീണ്ടും ഒരു ഷേപ്പ് കൊണ്ടുവരികയാണ്. അതിനെ നമ്മൾ വൈറ്റ് കളർ കൊടുത്ത് അന്ന് സൈസൊക്കെ ഒന്ന് വലുതാക്കി അതിനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ലെയറിൽ പോയി നമ്മൾ ആദ്യം ചെയ്തു പോയ ഗ്രീൻ ഷേപ്പിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒരുപാട് ഷേപ്പുകൾ കുറച്ചുകൂടി കൊണ്ടുവരാനുണ്ട്. അതായത് അഡ്മിഷൻ എന്തിനൊക്കെയാണെന്നുള്ളതിൻ്റെ ഷേപ്പുകൾ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി നമ്മൾ
വീണ്ടും ഷേപ്പ് പോയി റെക്റ്റാങ്കിൾ എടുത്ത് നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. റെഡ്യൂസിൽ പോയി ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് കൊടുത്തു. അതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ അതും കഴിഞ്ഞ് അതിന് നമ്മളൊരു യെല്ലോ കളർ കൊടുത്തു. വീണ്ടും നമ്മൾ ഒരു ഷേപ്പ് കൊണ്ടുവരികയാണ്. റെക്റ്റാങ്കിൾ എടുത്ത് അതിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാക്കി റെഡ്യൂസ് ടൂളിൽ പോയി റെഡ്യൂസ് ചെയ്തു. അതിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് സൈഡിൽ കൊടുത്ത പോലെ. അതിനിതിന് താഴേക്ക് ലെയറിൽ പോയി ഗ്രീനിനെ യെല്ലോ ഷേപ്പിലേക്ക് മാറ്റി അതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അതുമായി. ഇനി നമ്മൾ ഇതിലേക്ക് ടെക്സ്റ്റുകൾ കൊണ്ടുവരികയാണ്. ഷേപ്പിനകത്തേക്ക് അറേഞ്ച് ചെയ്യുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് പോയി ഓവൽ എടുത്ത് ബ്ലാക്ക് കളർ എടുത്ത് അതിനെ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചെറുതാക്കി അതും കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലൊരു ബ്ലാങ്ക് ആയി കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു എഫക്റ്റും കൂടി കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐക്കണിൽ പോയി ഈ എഫക്റ്റ് കൊണ്ടുവന്ന് അതിന് നമ്മൾ അതുപോലെ തന്നെ ഗ്രീൻ കളർ കൊടുത്തു. അതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നമ്മളൊന്ന് സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചെറുതാക്കി അതിനെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതും കൊടുത്തു. ഇനി ഒരു എഫക്റ്റ് കൂടെ അതിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മളൊരു ഷേപ്പ് എടുക്കുകയാണ്. ഷേപ്പിനൊന്ന് ചെറുതാക്കി ഗ്രീൻ കളർ കൊടുത്തു. നമ്മൾ ഈ ഷെയ്ഡിലായിട്ടൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ റെഡ്യൂസ് ടൂൾ ഉപയോഗിച്ച് ടോപ്പും അതുപോലെ തന്നെ ബോട്ടം ഒരു ചിരി ബോട്ടം 7ഉം ടോപ്പ് 12ഉം നമ്മൾ കൊടുത്തു. എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു എഫക്റ്റ് കൊടുത്തു. ഇനി നമ്മൾ ലോങ് പ്രസ് ചെയ്ത് ഇതിനെല്ലാം ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിന് താഴേക്ക് കൊണ്ടുവന്നു. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിനും താഴേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിലുള്ള ടെക്സ്റ്റുകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, എഡിറ്റിൽ പോയി അങ്ങനെ നമ്മൾ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തു, അറേഞ്ച്മെൻറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഒരു ഷാഡോ എഫക്റ്റ് കൊടുത്തു. അതിന് വേണ്ടി ഷേപ്പ് എടുത്ത് ഇനി നമ്മൾ താഴെ സ്കൂളിൻ്റെ പേരും എല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിൽ പോയി അങ്ങനെ ടെക്സ്റ്റും നമ്മൾ ആഡ് ചെയ്ത് ഇനി ജസ്റ്റ് ഒരു ചെറിയ ഒരു എഫക്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൈഡിൽ കൊടുത്ത ഈ ഗ്രീനിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടി
വീതിയൊക്കെ ഒന്ന് കുറച്ച് ജസ്റ്റ് ഒരു മോട്ടോൾ ഉപയോഗിച്ച് വീണ്ടും അതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴെയും നമ്മൾ ആ എഫക്റ്റ് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് കുറച്ച് ഈ രീതിയിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ലോഗോ കൊണ്ടുവരികയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗോ ആഡ് ചെയ്ത് അതിനൊന്ന് സൈസൊക്കെ ഒന്ന് സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചെറുതാക്കി ഈ കോർണറിലേക്ക് കൊണ്ടുവന്നു. അതിന് നമ്മൾ കറക്റ്റ് പ്ലേസ്മെൻറ്റ് ചെയ്തു. ഇനി മുകളിൽ 2 എഫക്റ്റ് കൂടെ കൊടുക്കാനുണ്ട്. അതിനും വീണ്ടും നമ്മൾ ഷേപ്പ് എടുത്ത് പ്ലസ് ബട്ടൺ എടുത്ത് റെക്റ്റാങ്കിൾ എടുത്ത് കൊണ്ടുവന്നു അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറക്കുക. അതും കുറച്ച് വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ സൈഡിൽ നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ ഈ കുട്ടിയുടെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിനോട് സെറ്റാക്കുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ട് ഇതുപോലെ ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾ ഈ ഷേപ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പുകളൊക്കെ ഒന്ന് ചേഞ്ചൊക്കെ വരുത്തി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്കൂൾ അതുപോലെ മദ്രസ അല്ലെങ്കിൽ ഇതുപോലെ അഡ്മിഷൻ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലുള്ള അടിപൊളി നല്ല പ്രൊഫഷണൽ ലുക്കിൽ തന്നെ ഇതുപോലുള്ള അഡ്മിഷൻ പോസ്റ്ററുകൾ നമുക്ക് പോസ്റ്റർ ഡൂ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതിൽ ഒരുപാട് ചേഞ്ചസുകൾ നിങ്ങൾക്ക് വരുത്താം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒരുപാട് ചേഞ്ചസുകളൊക്കെ വരുത്താം. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് പഠിച്ച് കാണും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. എല്ലാവരുടെയും നിർദ്ദേശങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പോസ്റ്റർ ക്രിയേറ്റർ ആവും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.